നമസ്കാരം, ഞാൻ ഹരിത. കൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത്തവണ നമുക്ക് നനകിഴങ്ങ് കൃഷിയെപ്പറ്റി ചർച്ച ചെയ്യാം. വീട്ടുവളപ്പുകളിൽ കുറഞ്ഞ പരിചരണത്തിൽ വളർത്തി നല്ല വിളവ് നേടാൻ കഴിയുന്ന രുചികരമായ ഒരു കിഴങ്ങുവിളയാണ് നനകിഴങ്ങ്. ഇതിന്റെ ചെറിയ തരത്തെ ചെറുകിഴങ്ങെന്നാണ് പൊതുവെ വിളിക്കുന്നത്. നനകിഴങ്ങും ചെറുകിഴങ്ങും കേരളത്തിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തുവരുന്ന കിഴങ്ങുവിളകളാണ്. ചെറുകിഴങ്ങിന് ചെറുവള്ളിക്കിഴങ്ങെന്നും പേരുണ്ട്. ഇവ പൊതുവായി ഡയസ്കോറിയ എസ്കുലെൻഡ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇവയെ ലെസർ യാംസ് എന്നറിയപ്പെടുന്നു. വേവിച്ചു കഴിഞ്ഞാൽ സവിശേഷമായ ഒരു ഗന്ധമുണ്ട് നനകിഴങ്ങിന്. കിഴങ്ങിന്റെ പുറംഭാഗത്ത് മുള്ളുപോലെയുള്ള നാരുകളുണ്ട്. നന്നായി വെന്താൽ തൊലി എളുപ്പത്തിൽ ഇളക്കിക്കളയാൻ കഴിയും. സാധാരണ മറ്റുള്ള കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം പുഴുങ്ങിയാണ് നനകിഴങ്ങ് കഴിക്കുക. കാർത്തിക വിളക്കു കാലത്തൊക്കെ നല്ല വിപണിയാണ് നനകിഴങ്ങിനുള്ളത്. ഈ കിഴങ്ങുകളിൽ 23 മുതൽ 35 വരെ ശതമാനം അന്നജവും 1 മുതൽ 1.3 വരെ ശതമാനം പഞ്ചസാരയും അടങ്ങിയിരിക്കുന്നു. കാച്ചിലിന് യോജിച്ച അതേ കാലാവസ്ഥയാണ് നനകിഴങ്ങിനും. നല്ല ഇളക്കമുള്ള, നീർവാർച്ചയുള്ള, ജൈവാംശമുള്ളതും ആഴമുള്ളതുമായ മണ്ണാണ് ഇതിന്റെ കൃഷിക്ക് അനുയോജ്യം. വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കണം. തെങ്ങ്, കവുങ്ങ് എന്നിവയുടെ ഇടവിളയായും കൃഷി ചെയ്യാം. കേർ കെട്ടി 4 വശത്തു നിന്നും തെങ്ങിലേക്ക് പടർത്തി കയറ്റുകയുമാകാം. ഏതാണ് നനകിഴങ്ങ് നടാൻ യോജിച്ച സമയം? നവംബർ, ഡിസംബർ മാസത്തിലാണ് കേരളത്തിൽ നനകിഴങ്ങ് നടാൻ ഏറ്റവും ഉചിതമായ സമയം. അതായത് വൃശ്ചികമാസം. വൃശ്ചികത്തിൽ നട്ട് ഇടയ്ക്കിടെ പുട്ടുപൊടിപ്പരുവത്തിൽ നനവ് മണ്ണിൽ ഉറപ്പുവരുത്തിയാൽ വള്ളികൾ മകരത്തിൽ മരം കയറും. കർക്കിടകത്തിൽ വിളവെടുക്കാം. എങ്കിൽ ഓണത്തിന് നല്ല വിലയോടെ വിൽക്കാം. ഇനി നനകിഴങ്ങ് നടുന്നതെങ്ങനെയെന്ന് നോക്കാം. മണ്ണ് നന്നായി കിളച്ച് ഏതാണ്ട് 75 സെന്റിമീറ്റർ അകലത്തിൽ കൂനകൾ എടുക്കണം. കൂന ഒന്നിന് 1 കിലോ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ചേർക്കണം. ഒരു കൂനയിൽ 100 ഗ്രാം തൊട്ട് 150 ഗ്രാം വരെ തൂക്കമുള്ള കിഴങ്ങുകൾ നടാം. 1 സെന്റിൽ ഏതാണ്ട് 70 കൂനകൾ എടുക്കാം. മുള വന്ന് ഒരാഴ്ചക്കകം അല്പം NPK വളം ചേർത്തു കൊടുക്കാം. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് അല്പം നൈട്രജൻ വളവും പൊട്ടാഷ് വളവും ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലത്. ചാമ്പലും ചാണകപ്പൊടിയും കൊടുത്താലും മതിയാകും. വള്ളി നല്ലപോലെ പടർത്തിക്കയറ്റണം. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയാം. ഇലകളിൽ കൂടുതൽ വെയിൽ വീണാൽ വിളവ് കൂടുതൽ കിട്ടും. അതിന് ശ്രദ്ധിക്കുക. വൃശ്ചികം, ധനുമാസങ്ങളിൽ നടുന്നതിനാൽ ആദ്യം അല്പമൊക്കെ നനച്ചു കൊടുക്കേണ്ടി വരും. തടത്തിൽ നന്നായി കരിയിലകൾ കൊണ്ട് പുതയും നൽകാം. നനച്ചു കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളയായത് കൊണ്ടാവാം നനകിഴങ്ങ് എന്ന പേരുവന്നത്. നനകിഴങ്ങിന്റെ വള്ളികൾ മുള്ളോട് കൂടിയതാണ്. കാച്ചിൽ പോലുള്ള വള്ളികൾ ഇടത്തുനിന്ന് വലത്തേക്ക് ചുറ്റിവളരുമ്പോൾ നനകിഴങ്ങിന്റെ വള്ളികൾ വലത്തുനിന്ന് ഇടത്തേക്ക് ചുറ്റിവളരുന്നവയാണ്. ഓരോ മൂട്ടിൽ നിന്നും ധാരാളം കിഴങ്ങുകൾ ഉണ്ടാകും. നന്നായി പരിപാലിച്ചാൽ ഒരു മൂട്ടിൽ നിന്ന് 5 കിലോ മുതൽ 10 കിലോ വരെ കിഴങ്ങ് ലഭിക്കാം. വലിയ അളവിൽ കൃഷി ചെയ്താൽ വിപണനത്തിന് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ആയതിനാൽ കൃത്യമായ വിപണി ഇല്ലായെങ്കിൽ ചെറുകിട കൃഷിയാണ് നനകിഴങ്ങിന് ഉചിതമായത്. നനകിഴങ്ങ് വിളവെടുക്കുന്ന വേളയിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. കിഴങ്ങിന് ക്ഷതം പറ്റാതെ എടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടുവന്നു പോകാൻ സാധ്യതയുണ്ട്. നന്നായി പരിപാലിച്ചാൽ 1 സെന്റിൽ നിന്ന് 100 മുതൽ 150 കിലോ വരെ വിളവ് ഉറപ്പായും ലഭിക്കും. വലിയ കീടരോഗ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. എങ്ങനെ നോക്കിയാലും ലാഭമായ കൃഷിയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒരു 10 മൂട് നനകിഴങ്ങ് നട്ടുകൂടാ? യൂട്യൂബ് കാണുന്നത് തൽക്കാലം നിർത്തി നനകിഴങ്ങ് നടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയാലോ? എങ്കിൽ എനിക്ക് സന്തോഷമായി. പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി അടുത്തുതന്നെ വീണ്ടും കാണാം. ഞാൻ ഹരിത. നന്ദി.